friends, welcome to Pratap G. Redmi 8 Xiaomi recently launched a phone. This phone is $10,000. How വിലയ്ക്ക് ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഓൺ പേപ്പർ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലേക്ക്. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ 6.2 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. അപ്പോൾ LCD ഡിസ്പ്ലേ തന്നെയാണ്, HD+ ആണ് ഡിസ്പ്ലേ, ഫുൾ HD ഒന്നുമല്ല. ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു പ്രീമിയം ഡിസൈനും കൂടിയാണ് ഈ ഒരു ഫോൺ. കാണുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു ഡിസൈനും തിരക്കില്ലാത്ത നല്ലൊരു ഡിസ്പ്ലേയും ഒക്കെ നമുക്ക് കാണാം. Type-C പോർട്ട് അടങ്ങുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു ഡിസൈനും കാര്യങ്ങളും FM റേഡിയോ, IR ബ്ലാസ്റ്റർ പോലുള്ള സംവിധാനങ്ങളുണ്ട്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ Snapdragon 439 ആണ്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു പെർഫോമൻസ് അത്രേ പറയാൻ പറ്റുള്ളൂ. വലിയൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു നോർമലായ ഒരു യൂസിനൊക്കെ പറ്റുന്ന ഒരു നല്ല ഫോൺ ആയിരിക്കും. ഈ ഒരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുക. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 2 സിമ്മും മെമ്മറി കാർഡ് ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ ഇതിൻ്റെ റാം സ്റ്റോറേജ് നോക്കിയാൽ 3GB റാം 32GB സ്റ്റോറേജും ഉണ്ട്. 4GB റാം 64GB സ്റ്റോറേജും വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു പെർഫോമൻസ്, ഒരു നോർമൽ യൂസിന് പറ്റിയ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ക്യാമറയിലേക്ക് വന്നാൽ 12MP മെയിൻ ക്യാമറ പ്ലസ് 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ് വരുന്നത്. Sony IMX363 എന്ന് പറയുന്നത് തിരക്കേടില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മെയിൻ ക്യാമറയുടെ ഇമേജുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിവ്യൂസ് നോക്കുക, കൃത്യമായിട്ട് ഹാൻഡ്സ് ഓൺ റിവ്യൂസ് നോക്കിയിട്ട് തീരുമാനിക്കുക. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ആ ഒരു നോർമലായിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ കണ്ടുവരുന്ന ഒരു ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ഹ്യൂജ് ബാറ്ററി ഉണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ബോക്സിനകത്ത് പക്ഷേ ഫാസ്റ്റ് ചാർജർ ഉണ്ടാവില്ല. നോർമൽ 10 വാട്ട് ചാർജർ ആയിരിക്കും ഉണ്ടായിരിക്കുക. എങ്കിലും കുഴപ്പമില്ല, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന 9,000 രൂപയുടെ ഒരു ഫോണൊക്കെയാണ്. ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയാവുന്നത് 3GB റാം 32GB സ്റ്റോറേജിന് 8,000 രൂപയാണ്. 4GB റാം 64GB സ്റ്റോറേജിന് 9,000 രൂപയാണ് വില വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? എടുക്കാവുന്ന ഫോൺ തന്നെയാണ്. റേഞ്ചിലെ മറ്റുള്ള ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൺ പേപ്പർ ഡീറ്റെയിൽസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെറ്ററായ ഓപ്ഷൻസ് അവിടെ ധാരാളം ഉണ്ട്. ഇപ്പോൾ Redmi Y3 ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ Snapdragon 660 വരെയുള്ള ഫോണുകളൊക്കെ നമുക്ക് 10,000 രൂപയ്ക്ക് കിട്ടാനുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോൺ 9,000 എടുക്കുന്നതിനേക്കാൾ നല്ലൊരു 1,000 കൂടി കൂട്ടി കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഫോണുകൾ, പെർഫോമൻസ് ഉള്ള ഫോണുകൾ 10,000 രൂപയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് Redmi 7S അല്ലെങ്കിൽ Redmi Note 7 ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി പരിഗണിക്കുക അത് എടുക്കാൻ പോകുന്നതിന് മുൻപ്. അതേസമയം ഇത് 8,000 രൂപയ്ക്ക് എടുക്കാൻ പോവുകയാണെങ്കിൽ തിരക്കേടില്ലാത്തൊരു ഫോൺ തന്നെയാണ്. പക്ഷെ അവിടെയും വേറെ കോമ്പറ്റീഷൻ, നല്ല ഫോണുകൾ ധാരാളമുണ്ട്. ഇതേപോലെ തന്നെ നല്ല ഫോൺ, അതേപോലെ തന്നെ ഇൻഫിനിക്സിൻ്റെ ഹോട്ടേറ്റ് ഒക്കെ 7,000 രൂപയ്ക്ക് നമുക്ക് 4GB റാം ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഫോൺ എടുക്കാൻ തീരുമാനിക്കാം. അങ്ങനെ വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഓഫർ കൂടി ഷോമി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ആദ്യത്തെ 5 മില്യൺ യൂണിറ്റുകൾ അതിനകത്തുനിന്ന് ഒരെണ്ണമാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 4GB റാം 64GB വേരിയൻറ്റ് 8,000 രൂപയ്ക്ക് തന്നെ കിട്ടും. ആക്ച്വലി അതിൻ്റെ വില 9,000 രൂപയാണ്. 3GB റാമിൻ്റെ വിലയാണ് 8,000 രൂപ. പക്ഷേ ഈ ഫസ്റ്റ് 5 മില്യൺ യൂണിറ്റുകൾക്ക് ഓഫർ വെച്ചിരിക്കുകയാണ്. 4GB റാം 64 തന്നെ നമുക്ക് 8,000 രൂപയ്ക്ക് കിട്ടും. അതിൻ്റെ സെയിൽ വരാൻ പോകുന്നത് 12-ാം തീയതി, ഒക്ടോബർ 12-ാം തീയതി രാത്രിയാണ്, 12 മണിക്കാണ് അതിൻ്റെ സെയിൽ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഈ പറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പിന്നെ ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല mi.com നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. MI ഹോം സ്റ്റോറുകളിലും ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്രയുമാണ് Redmi 8നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരു ചെറിയ നല്ല ഒരു Redmi ഫോൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.